ഇന്ന് രാവിലെ തന്നെ ടി വിയിൽ കണ്ട ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയാണിത്. ഒരു ചെറിയ കുട്ടി ഓട്ടോ ഇറങ്ങിയ ശേഷം റോഡ് മുറിച്ച് കിടക്കാൻ വേണ്ടി ഓടുകയാണ്. അപ്പോൾ പെട്ടെന്നൊരു ബസ് വന്ന് എന്താ പറയുക, ഒരു അത്ഭുതകരമായ രക്ഷപ്പെടൽ എന്ന് തന്നെ പറയണം. നമ്മുടെ ഈ ചെറിയ കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ അവരെ എന്താ പറയുക, ഒന്ന് കണ്ണ് തെറ്റിയാൽ മതി എങ്ങോട്ടാണ് ഇറങ്ങി ഓടുക എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം ഇതിനു മുമ്പ് വയനാട്ടിലൊരു കുട്ടി അമ്മയുടെ കൈ തട്ടിത്തെറിപ്പിച്ച് ഡാമിലോട്ട് ചാടിയതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതാണ് ചെറിയ കുട്ടികളെയും കൊണ്ട് നമ്മൾ പോകുമ്പോൾ എന്താ പറയുക, അത്രയും സൂക്ഷിച്ചെന്ന് അവരുടെ കൈ വിടാനേ പാടില്ല. കൈ വിട്ട പിന്നെ ഇവരെങ്ങോട്ടാണ് ഓടുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ ഒരു വീഡിയോ തന്നെ കണ്ടപ്പോൾ എന്താ പറയുക, തല മരവിച്ച് പോകുന്ന രീതിയിലാണ് പെട്ടെന്ന് റോഡ് ക്രോസ് ചെയ്ത് ഓടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മാതാപിതാക്കൾ ഓട്ടോയ്ക്ക് പൈസ കൊടുക്കുന്ന സമയത്ത് ഈ കുട്ടി ഇറങ്ങി ഓടുന്നതാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അത്രയും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് കുട്ടിയുടെ കൈ വിടാൻ പാടില്ല, കൈ മുറുക്കെ പിടിച്ചിരിക്കണം എവിടെ പോവുകയാണെങ്കിലും. ഇപ്പം പല സമയത്തും നമ്മളിപ്പോൾ കാണുന്നുണ്ട്, ഇപ്പം വഴിയോരത്തുള്ള റെസ്റ്റോറൻറ്റുകളിലും അല്ല വഴിയോരത്ത് എന്തെങ്കിലും വാങ്ങിക്കാനൊക്കെ മാതാപിതാക്കൾ പോകുമ്പോൾ എന്താ പറയുക, കുട്ടികളെയും കൂടി ഇറക്കും. കാറിലാണ് വരുന്നതെങ്കിലും കുട്ടികളെയും കൂടി പുറത്തേക്ക് ഇറക്കി ഇങ്ങനെ എന്താ പറയുക അശ്രദ്ധമായി നടക്കുന്ന കാഴ്ചകളൊക്കെ കാണാറുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുട്ടികളെയും കൊണ്ട് പോവുകയാണെങ്കിൽ അത്രയും ശ്രദ്ധ കൊടുക്കണം. എന്താ പറയുക, ഇവരെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നടക്കാനൊക്കെ വിട്ടു കഴിഞ്ഞാൽ ഇവരെങ്ങോട്ടാണ് ഓടുക, അങ്ങനെ പല പല അപകടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ചെറിയ കുട്ടികളുള്ള മാതാപിതാക്കൾ എപ്പോഴും വളരെയധികം ശ്രദ്ധ ഇക്കാര്യത്തിൽ കൊടുക്കണം. അപ്പോൾ എന്ത് സാധനം മേടിക്കാൻ പോവുകയാണെങ്കിലും കുട്ടികളെയും കൊണ്ട് പോകുന്നുണ്ടെങ്കിൽ കുട്ടികളുടെ കൈ വിടാൻ പാടില്ല എന്നുള്ളതാണ് ശരിയായ കാര്യം. ഈ ഒരു വീഡിയോ കണ്ട് നമുക്ക് തന്നെ ഭയങ്കര ഒരു ഷോക്കിംഗ് ആണ്. അപ്പം അതുകൊണ്ട് അത് നേരിൽ കണ്ടിട്ടുണ്ടെന്നുള്ളത്, നേരിൽ കണ്ട മാതാപിതാക്കളുടെ അവസ്ഥ എന്തായിരിക്കും, എന്താ പറയുക, ഒരു ഭാഗ്യം എന്ന് പറയാം. അത്രയും ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഈ കുട്ടി രക്ഷപ്പെട്ടത്.